ഞങ്ങൾ 12-13 പേരുണ്ട്. അനിയൻ ചേട്ടന്മാർ. ഇത് അനിയനാണ്, ഇത് എൻ്റെ ചേട്ടൻ, ഇതിൻ്റെ വേറൊരാളാണ്. ലക്ഷദ്വീപിൽ പോയാൽ ഒരു പ്രശ്നമുണ്ട്. ആ നാട് നമ്മുടെ സ്വന്തം നാടായിട്ടും അവിടുത്തെ വീടുകൾ നമ്മുടെ സ്വന്തം വീടായിട്ടൊക്കെ നമുക്ക് തോന്നാം. ഒരു സ്നേഹ സൽക്കാരത്തിൻ്റെ കഥ പറയാം. ഇത് അബ്ദുള്ള കോയാക്ക, അസൽ ലക്ഷദ്വീപുകാരൻ. കോയാക്ക നമ്മുടെ ഹോം സ്റ്റേയിലെ ഷെഫായിരുന്നു. സാധാരണ നമ്മുടെ നാട്ടിലെ ഒരു കല്യാണ സൽക്കാരം എന്നൊക്കെ പറയുമ്പോൾ കുടുംബക്കാരും അല്ലെങ്കിൽ അടുത്ത ചങ്ങായിമാരൊക്കെ ഉണ്ടാവുക. ഇതൊരു നാട് കാണണമെന്ന 17 പേരാണ് അദ്ദേഹം സ്നേഹത്തോടെ വീട്ടിലോട്ട് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നത്. അവിടുത്തെ വീട്ടുകാരും നാട്ടുകാരും എല്ലാവരും കൂടി നമ്മൾ വളരെ സ്നേഹത്തോടു കൂടി സൽക്കരിച്ചു. വയറും നിറഞ്ഞു, മനസ്സും നിറഞ്ഞു. അങ്ങനെ വീട്ടുകാരോടും കോയാക്കയോടും ബൈ പറഞ്ഞു പോകാൻ നിൽക്കുമ്പോൾ കോയാക്ക പറഞ്ഞു, പോകാനായിട്ടില്ല, നിങ്ങൾ പെണ്ണിനും ചെക്കനെയും കണ്ടിട്ടില്ലല്ലോ, അവരെ കണ്ടിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളെ അവരുടെ റൂമിലോട്ട് അവർ കൂട്ടിക്കൊണ്ടുപോയി. റൂമിൽ പോയിട്ട് ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലും അവരുടെ വിശേഷങ്ങളൊക്കെ തിരക്കലും. അവർക്കും സന്തോഷം, ഞങ്ങൾക്കും സന്തോഷം. ഒരു നാട് കാണാൻ പോയിട്ട് ഇങ്ങനൊരു സ്നേഹ സൽക്കാരം ആദ്യമായിട്ടായിരുന്നു. ഈ നാടും നാട്ടുകാരും കേട്ടറിവിനേക്കാൾ സുന്ദരമാണ്.